ഹായ് ഫ്രണ്ട്സ്. ഇന്ന് അതിജീവിതയ്ക്കെതിരെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കഷൻ നടത്തണം. അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക, കമന്റ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ നന്ദകുമാർ AP എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനത് എടുക്കാൻ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ്. അവൾക്കൊപ്പം എന്ന് IFFKയിലും ഫ്ലെക്സ് വെച്ചവരോടും WCCയിലെ അംഗങ്ങളായ സ്ത്രീകളോടും ഞാൻ ചോദിക്കുകയാണ്. അതുമാത്രമല്ല എൻ്റെ ഈ പോസ്റ്റ് കാണുന്ന സ്ത്രീകളോടും ചോദിക്കുകയാണ് എന്ന് അയാൾ എഴുതുന്നതാണ്. നമ്മൾ പെണ്ണുങ്ങളോട് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അതിജീവിതയെ മാറ്റി നിങ്ങൾ ആണ് ആ കാറിൽ പരിചയമില്ലാത്ത ഒരു ഡ്രൈവറൊപ്പം പോകുന്നേ എന്ന് കരുതുക കേട്ടോ. നമ്മളെ ആ സ്ഥാനത്തൊന്ന് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് വാഹനം വേഗത കുറച്ച് പോകുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെ? മൊബൈലിൽ മെസ്സേജ് അയച്ച് കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നമ്മളാണ് കേട്ടോ ആ കാറിലിരിക്കുന്നെ. അശ്രദ്ധ കാണിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെ അതിജീവിതയ്ക്ക് തോന്നിയ കാര്യങ്ങളാണ് അല്ലെ? നിങ്ങൾക്ക് ആ വാഹനം അങ്ങനെയാണ് ഓടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ വാഹനം അയച്ചു തന്ന ആൾക്കാരെ വേഗം വിവരമറിയിക്കും. അല്ലെങ്കിൽ വീട്ടുകാരെ വിവരമറിയിക്കും. ചെയ്യുകയില്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി വാഹനം ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഡോറ് തുറന്ന് പുറത്തിറങ്ങും. ഇല്ലേ? ഡോറ് പുറത്ത് നമ്മളെല്ലാവരും ഇറങ്ങും. ശരി തന്നെയാണ്. അങ്ങനെ ഇറങ്ങും. ഇനി 3 പേർ വണ്ടിയിൽ കയറിയാൽ ഭയമുണ്ടാകില്ലേ നിങ്ങൾക്ക്? ഇവിടെ അത് അതിജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് അയാൾ പറയുന്നു. ഇനി വണ്ടിയിൽ പീഡിപ്പിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, പീഡിപ്പിച്ച് വെച്ച് നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ച് നിങ്ങളെ വീഡിയോ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. എടുത്തു കഴിഞ്ഞ് അവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ആ ഡ്രൈവർ നിങ്ങൾ മാത്രമുള്ളൂ എങ്കിൽ ആ ഡ്രൈവറുടെ ഒപ്പം നിങ്ങൾ യാത്ര ചെയ്യുമായിരുന്നോ? ഗ്യാപ്പ് കിട്ടിയാൽ നിങ്ങൾ ഇറങ്ങി ഓടുകയില്ലേ? അതിജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ? കേരളത്തിലെ ഏതെങ്കിലും ഷോപ്പുകളിലോ വീടുകളിലോ കയറിയാൽ അവർ രക്ഷിക്കില്ലേ? പൾസറിനെ ലോക്ക് ചെയ്യില്ലേ അവർ എത്രയും പെട്ടെന്ന്? ഇനി അതൊക്കെ പോട്ടെ, ലാലിന്റെ വീട്ടിൽ ഇതൊക്കെ ചെന്ന് പറയുകയാണെങ്കിൽ ഉടനെ ലാൽ പോലീസിൽ വിവരം അറിയിക്കുകയാണെങ്കിൽ പൾസർ സുനി ഇക്കയും എറണാകുളം വിട്ട് പോകുന്നതിനേക്കാൾ മുന്നേ അയാളെ പിടിക്കുകയില്ലേ എന്നൊക്കെയാണ് ഇയാളുടെ ക്വസ്റ്റ്യൻ. പെണ്ണുങ്ങൾ ഇതിന് ആൻസർ പറയാമോ? ഞാൻ ആണായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇതിന്റെ ആൻസർ അറിഞ്ഞില്ലെങ്കിലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ എനിക്ക് പറയാനുള്ളത്, ഇനി ഇപ്പൊ ഞാനാണ് ഇതിന് റേപ്പിന് ഇങ്ങനെ പെട്ട് കിടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരൊക്കെ ഇറങ്ങിപ്പോയി അതുവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അത് ചെയ്തതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതുവരെ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അവരൊക്കെ ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ നമുക്ക് ഉടനെ തന്നെ എന്താ ചെയ്യാ? നമ്മൾ ആ കാറിൽ നിന്ന് എങ്ങനെയും ഓടിപ്പോകേണ്ടി വരും അല്ലേ? വേറെ ഒന്നും നമ്മൾ നോക്കില്ല. ഇനി പിന്നെ അയാളൊപ്പം നമ്മൾ പോവോ? ഇല്ല. ഒരിക്കലും ഞാനാണെങ്കിൽ പോവുകയില്ല. പെണ്ണായ ഞാൻ എൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ അയാളെ കൂടെ ലാലിന്റെ വീട് വരെ ഞാൻ പോവുകയില്ല. ഞാൻ വേഗം എവിടെയാണ് ഇറങ്ങുന്നത്? അതും നമ്മൾ ഏതെങ്കിലും ഒരു പട്ടിക്കാട്ട് കൂടിയല്ല കൊണ്ടുവന്നത്. മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് എവിടെങ്കിലും ഞാൻ ഇറങ്ങിയിട്ട് ഓടും ഞാൻ. ഏതെങ്കിലും കടയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാര് ആ ടൈം മനുഷ്യന്മാര് തിങ്ങി നിറഞ്ഞ് നടക്കുന്ന ടൈമാണ്. അവരുടെ അടുത്ത് പറയാൻ ഞാൻ ഓടും. എൻ്റെ അഭിപ്രായം അതാണ്. അതിജീവിതം അത് പറഞ്ഞ് ചെയ്തില്ല. അത് ആ സമയത്ത് മാനസികാവസ്ഥയായിരിക്കാം. എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ ട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് വളരെ പ്രോപ്പറായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം ട്ടോ. ഇനി സത്യഭാമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്. അതിജീവിത വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എല്ലാ റോഡിനെയും അത് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ പുറത്തു വിടണം. പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ പുറത്തു വിടണം എന്ന് പറയുന്നുണ്ട് ട്ടോ. ഇനി ഈ മാർട്ടിൻ ഒരു റെഡ് ബാഗിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് കാശ് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതും ഈ റെഡ് ബാഗ് അതിലുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു ക്യാമറയിൽ പെടാതിരിക്കില്ല. CCTVയിൽ അല്ലെ? ഉള്ളിലായിട്ട് പെടാണ്ടിരിക്കില്ല. റെഡ് ബാഗ് അതിലുണ്ടോ എന്ന് ദൃശ്യം കാണാം. അതെല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിൽ കൂടെയല്ല ഈ വണ്ടി പോകുന്നത്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൂടെയാണ് ഈ വണ്ടി പോകുന്നത്. അപ്പൊ ഒരുപാട് ക്യാമറകൾ അവിടെ ഉണ്ടാവും. 2017 ഈ സംഭവം. അപ്പൊ ക്യാമറകൾ ഇല്ലാത്ത സമയമല്ല. ഉം. വളരെ പുരോഗമിച്ച സമയം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ. ഇനി ലാലിന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടാകുമല്ലോ? ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. അല്ലെ? ആ അവിടെ ചെന്ന് ഈ നടിയും അതുപോലെ തന്നെ മാർട്ടിനും വന്ന് കേറിയ ആ സീനും ഞങ്ങൾക്ക് കാണണം. അതായത് റേപ്പ് സീൻ ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. അത് ഒരു ന്യായമായ ഒരു കാര്യമാണ്. കാരണം എന്താണ്?
ഇത്രയും ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു മഹാഭാരത യുദ്ധം നടക്കുന്ന പോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേരി തിരിഞ്ഞിട്ട് പകുതി പേര് അതിജീവിത, പകുതി പേര് ദിലീപ്, പകുതി പേര് ഗൂഢാലോചനക്കാരെ കണ്ടെത്തണം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാന് ഇത് മൂന്നാമത്തിലാണ്, ഗൂഢാലോചനക്കാരെ കണ്ടെത്തണം എന്നുള്ളതാണ്. ദിലീപിന്റെയോ അതിജീവിതരെയോ അല്ല, അതിജീവിതരോടൊപ്പം നിന്നുകൊണ്ട് ഗൂഢാലോചനക്കാരെ കണ്ടെത്തണം എന്നതാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഇനി ഭാഗ്യലക്ഷ്മി, മകൻ ലാൽ ഇവരുടെയൊക്കെ കോൾ ഹിസ്റ്ററി പരിശോധിക്കണം എന്നൊക്കെ തന്നെ ഈ സത്യഭാമ പറയുന്നുണ്ട്. CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നടി മാസ് BGM ഇട്ട് റീൽസ് ഇടുന്നു, ദിലീപ് ചിരിച്ചു കാണുന്നത് ഇപ്പോഴാണ് എന്നും ആ സ്ത്രീ പറയുന്നു. അതിലെന്ത് കാര്യമുണ്ട്? ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് വിചാരിച്ച് അവർക്ക് മാസ് BGM ഇട്ട് ഒന്ന് റീൽസ് ചെയ്യാൻ പാടില്ലേ? അത് തെറ്റാണ് കേട്ടോ പറയുന്നത്. കാരണം ഒരു വട്ടം നമ്മൾ വീണു എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിലീപ് എപ്പോഴും ചിരിച്ചു കണ്ടോട്ടെ, അതല്ല ഇവിടെ പ്രധാനം. അതിജീവിത ചിരിച്ചു കാണേണ്ടത് നമ്മുടെ ഒക്കെ എന്തെങ്കിലും ആവശ്യം തന്നെയാണ്. ഒരു മാസ് BGM ഇട്ടുകൊണ്ട് അവരുടെ മനസ്സ് സംതൃപ്തിക്ക് നമ്മളെന്താ സംതൃപ്തി, നമ്മളെ മനസ്സ് സംതൃപ്തി നമ്മൾ നേടുന്നില്ലേ? അതുപോലെ അവർക്ക് പാടില്ല എന്നുണ്ടോ? അതിജീവിതയായി പോയി എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും സത്യഭാമയെ അത് പാടുള്ള കാര്യമേ അല്ല. ദിലീപ് ചിരിച്ചു കാണുന്നത് ഇപ്പോഴാണെന്ന് പറയുന്നു. ഡ്രാമ മുഴുവനും പൊളിക്കണം എന്ന് പറയുന്നു. ശരി, ഡ്രാമ ആരുടെ അച്ഛനെ പൊളിക്കണം? CBI വരട്ടെ, എല്ലാവരും പിടിക്കപ്പെടട്ടെ, ആര് വേണമെങ്കിലും പിടിക്കപ്പെടട്ടെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇത് പറഞ്ഞത് വളരെ തെറ്റായി പോയി. ഒരാൾക്ക് എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നമ്മുടെ പൊട്ട കാലങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ആലോചിച്ചിരുന്ന് നമ്മൾ വിഷമിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പൊ ഈ രണ്ട് കമന്റ് എനിക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് തോന്നിയിട്ടോ. ഇനി പുതുതായിട്ടുള്ള ന്യൂസ് എന്താ വെച്ചാൽ മാർട്ടിന്റെ വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോൾ ആ വോയിസ് പങ്കുവെച്ചത് 3 പേരാണ്. അത് വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ പങ്കുവെച്ചത് കേട്ടോ. അപ്പോൾ അതിജീവിതയുടെ സഹോദരൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിജീവിതയുടെ പേര് വെച്ചിട്ട് ചെയ്തവരെയാണ് പിടിക്കുന്നത്, നോക്കുന്നതൊക്കെ. അപ്പോൾ ആ പേരൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിജീവിതയുടെ പേര് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. 2017 തൊട്ട് ആ പേര് പറയാൻ പാടില്ല എന്നെല്ലാവർക്കും അറിയാം. പിന്നെ അത് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ലല്ലോ. പിന്നെ 200ഓളം ഷെയർ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിലീപിനെ കുറിച്ച് ചിലവർ പറയുന്ന കമന്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ നിന്നെങ്കിലും ഒരു കോടതി വിധി പർച്ചേസ് ചെയ്ത് അത് കൊണ്ടുവന്നാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ദിലീപേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, നിയമത്തെ നമ്മൾ വിമർശിക്കരുത്, അത്രേ പറയാനുള്ളൂ. ജനപ്രിയ നായകനാക്കില്ല ഞങ്ങൾ എന്നും പറയുന്നു. ദിലീപ് സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് അയാളുടെ പക ഭയങ്കര പകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾക്കാര്. അതുകൊണ്ട് അയാൾ തന്നെയാണ് കുറ്റം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളെ ജനപ്രിയ നായകനായിട്ട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറയുന്നു. അതൊക്കെ ശരി, നിങ്ങൾ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നിയമത്തെ നമ്മൾ വെല്ലുവിളിക്കരുത്, വിമർശിക്കാം നമുക്ക് വിധിയെ. അല്ലാതെ നമ്മൾ നിയമത്തെ വെല്ലുവിളിച്ച് നമുക്ക് എന്ത് കിട്ടാനാണ്? നമുക്ക് പറ്റിയില്ല, ഈ ഒരു നിയമത്തിൽ നമുക്ക് കിട്ടിയ നീതി നമുക്ക് ശരിയല്ല എന്നറിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടം തുടങ്ങുക. അടുത്ത മേൽക്കോടതി ഉണ്ടല്ലോ, അവിടേക്ക് പോകുക, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, പരാതി വേറെ കൊടുക്കുക. ഇങ്ങനെയാണ് ശരി. നമ്മുടെയൊക്കെ തക്കതായ തെളിവ് വേണം കേട്ടോ. ഒരു തെളിവുമില്ലാതെ ന്യായാധിപനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലാതെ അവർ വിമർശിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ദിലീപ് കേസിന് പോകാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ റൂമർ വരുന്നുണ്ട്. 100 കോടി നഷ്ടപരിഹാരം വേണമെന്നാണ് ദിലീപ് പറയുന്നത്. പക്ഷെ ദിലീപിന്റെ ആ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഈ 8 വർഷം 100 കോടി നഷ്ടപരിഹാരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോയി. കാരണം ഒരു വർഷം തന്നെ ദിലീപിന് 50 കോടിയോളം വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ. അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രൊഫസർ ഡിങ്കനൊക്കെ ഇറങ്ങാണ്ട് അങ്ങോട്ട് പോയി. അതൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിരുന്ന സിനിമകളായിരുന്നു അല്ലെ. അപ്പോൾ പക്ഷെ ഇത്രയും 8 വർഷത്തെ നഷ്ടപരിഹാരം 100 കോടി. ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ദിലീപ് കേസ് ഫയൽ ചെയ്യട്ടെ. കാരണം 100 കോടിയോ 200 കോടിയോ 500 കോടിയോ ആവശ്യപ്പെടട്ടെ നഷ്ടപരിഹാരം. കാരണം ഇത്രയും ഒരാളെ കഷ്ടപ്പെടുത്തുന്ന, കുറ്റം ചെയ്തിട്ടില്ലെന്ന് മനസ്സിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം ദിലീപ്. എല്ലാവർക്കുമെതിരെ, ദിലീപിനെ കഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന എല്ലാവർക്കുമെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം, കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ. ഇനി എതിർപക്ഷത്തുള്ളവര് ദിലീപിനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിൽ ഉടനെ അത് ഹാജരാക്കി ഉടനെ ദിലീപിനെ പൂട്ടണം. ഇത് തന്നെയാണ് പറയുന്നത് കേട്ടാ. ഇനി
ഇയാള് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഒരു അതിജീവിതയ്ക്കും കിട്ടാത്ത ശ്രദ്ധ ഈ അതിജീവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരുപാട് അതിജീവിതമാര് ഇതിന്റെ ഇടയിൽ 2017 മുതൽ ഇപ്പം ഈ 2025 വരെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇതേപോലെ ഒരു ശ്രദ്ധ കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അപ്പുറത്ത് വമ്പനായ ദിലീപാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ദിലീപിനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ ദിലീപിന്റെ തലയിലേക്ക് വെച്ച് ചാർത്തിക്കൊണ്ട് ഈ അതിജീവിതയെ ബലാത്സംഗ കേസിൽ ഉൾപ്പെടുത്തിയതാണോ എന്നറിയുകയില്ല. ഇപ്പൊ ഈ അതിജീവിതയും ദിലീപുമായിട്ടുള്ള ആ ഒരു ഇത് പ്രശ്നങ്ങള് അല്ലെ, ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കിതൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സിനിമാ ലോകം മുഴുവൻ പാട്ടാണ് എങ്കിൽ ഇവരെന്ത് ചെയ്യും? മുതലെടുക്കാൻ നോക്കുന്നു. അതിജീവിതയെ തൊട്ടാൽ ആ പിടിക്കപ്പെടുന്ന ദിലീപായിരിക്കും. അപ്പൊ ദിലീപിനോട് ദേഷ്യമുള്ളവർ ഉടനെ അങ്ങനെ ചെയ്യും അല്ലേ? നല്ല തലയുള്ളവരാണ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരും, അതുപോലെ തന്നെ ഈ സിനിമ ദൃശ്യം മോഡൽ സിനിമ എഴുതുന്നവരൊക്കെ അത്യാവശ്യം നല്ല തലയുള്ളവരാണ്. അപ്പൊ അവര് ചെയ്യുന്ന പരിപാടിയാണിത്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇവര് എന്താണ് അതിജീവിതയെ തൊട്ടാൽ നോവുന്നത് ആർക്കായിരിക്കും? ദിലീപിന് തന്നെയായിരിക്കും. അപ്പൊ അതിജീവിതയെ തൊടാം. പക്ഷെ അതിജീവിതയുടെ യാതൊരു ദേഷ്യം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ നോവുന്നത് ദിലീപിനെ നോവിക്കണം എന്നുള്ളവര് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ ഇതുണ്ടല്ലോ, ഈ യൂട്യൂബേഴ്സ് നിങ്ങൾ കണ്ടോ? കുറെ കാവ്യയുടെ പഴയ ഇന്റർവ്യൂ എടുത്തിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്ത് കണ്ടന്റ് ആണിത്? പഴയ ഏതോ 10, 13 വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്, ആ 10, 15 വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങളാട്ടോ. ദാ ഇവള് കല്യാണത്തിന് മുന്നേ ദാ ഇങ്ങനെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ദേ ഇത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് 10, 20, 30 മിനിറ്റ് ഇരുന്ന് പറയാ. അത് കാണാനാണെങ്കിലോ ലക്ഷക്കണക്കിന് ആൾക്കാരും. എന്ത് പരിപാടിയാ നിങ്ങള് ചെയ്യുന്നേ? ഈ പഴയ ഇന്റർവ്യൂ എടുത്തിട്ട് വെറുതെ അവർക്ക് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് അതിജീവിതയുടെ ബലാത്സംഗ കേസുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. അന്ന് കല്യാണത്തിന് മുന്നേ കാവ്യ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത്. അത് കണ്ടോ? കണ്ടോ? പറഞ്ഞത് കണ്ടോ? ഇത് അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. എന്ത് വാർത്ത? ഇത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്കൊന്നും അല്ലെങ്കിൽ ഇത് വേണ്ടേ? എന്ത് കണ്ടന്റ് ആണിത്? കണ്ടന്റ് ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. എത്രയോ കണ്ടന്റ് വേറെ കിടന്ന് കളിക്കുന്നു. അത് പറഞ്ഞിരിക്കൂ. അല്ലാതെ 10, 13 വർഷം മുന്നേ നടന്ന ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ ഖണ്ഡിക എടുത്തുകൊണ്ടാണ്. ദാ കണ്ടോ? പറഞ്ഞത് കണ്ടോ? കണ്ടോ? മഞ്ജുനെ ഇങ്ങനെ പറഞ്ഞു. ദാ ദിലീപിനെ ഇങ്ങനെ പറഞ്ഞു. കാവ്യയുടെ വായിന്ന് എന്തൊക്കെ വന്നു. അതൊക്കെ വെച്ചിട്ട് ഇന്നലെ ഞാൻ കണ്ടു കുറേ പേര് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യുന്നത്. എന്ത് കണ്ടന്റാന്ന് എനിക്ക് അറിയുന്നില്ല ട്ടാ. ഇനി അടുത്തത് പറയുന്നത് ഈ നമ്മുടെ ഈ അതിജീവിതയുടെ കുറെ സീൻസ് ഉണ്ടല്ലോ. ബലാത്സംഗത്തിന്റെ സീൻസ്. ഇത് മുഴുവൻ നമ്മുടെ പൾസർ സുനി വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2, 3 കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഒരു കോപ്പി ലക്ഷ്യയിൽ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നു. അവൻ പറയുന്നതാണ് ട്ടോ. ഈ നറാധമൻ പറയണതാണ്. പിന്നെ ബാക്കിയുള്ള കോപ്പിയൊക്കെ അവൻ വിറ്റു എന്ന് പറയുന്നു. വിറ്റു കാശാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അല്ലാണ്ട് ഇപ്പൊ അവന് ഇത്രയും അധികം കാശ് കിട്ടാൻ എവിടുന്നാണ് സാധ്യത? പോലീസാണെങ്കിൽ കണ്ടെത്തിയിട്ടില്ല. അവന്റെ കാശിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. അവന്റെ ഇപ്പൊ പൾസർ സുനിയുടെ അച്ഛന്റെ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം. ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഇവൻ ഈ കാശ് എവിടെ നിന്ന് കിട്ടി നമുക്ക് മനസ്സിലാവും. ഇവന് ഇങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചുണ്ടാക്കിയ കാശാണ്. ആ ഒരു വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ വാർക്കപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അച്ഛൻ ക്ഷയരോഗിയാണ്. ഈ മകൻ എന്ന് പറയുന്നത് ഒരു 5 പൈസ വീട്ടിലേക്ക് കൊടുക്കില്ല. ഈ പിതാക്കൾ 2011 തൊട്ട് പിടിച്ച് പുറത്താക്കിയതാണ് ഇവനെ. അതേപോലത്തെ പരിപാടിയാണ് അവൻ ചെയ്യുന്നത്. ഉം. വല്ലപ്പോഴും വീട്ടിൽ വരും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മോടൊരു സ്നേഹം ഉണ്ടാവുമായിരിക്കും. വേണമെങ്കില് മക്കൾക്ക് എന്തായാലും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അമ്മോട് ചെറിയൊരു സ്നേഹം ഉണ്ടാവും. അതിനുവേണ്ടി വല്ലപ്പോഴും വീട്ടിൽ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ പൾസറിന്റെ അച്ഛൻ പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. അവനോട് ഇങ്ങനെ പറയാൻ കിട്ടി? ഒരു 8-9 വർഷമായി എനിക്ക് തോന്നുന്നു. വീട്ടിൽ വരുമ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, ഒന്നും ചെയ്യാറില്ല. ഇപ്പം എങ്ങനെ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? പെണ്ണുമ്പളെ മെക്കാട് പിടിക്കും. മെക്കാട് പണിക്ക് ഉണ്ട്, വാർക്കപ്പണിക്ക്. എനിക്ക് ഒന്നുമില്ല. ഞാൻ ഉഷാരോഗിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു മകനെ ഇവർക്ക്? എന്തിനാണ്? എനിക്കറിയില്ല. അവർ ക്ഷയരോഗിയായ അച്ഛനും അതുപോലെ വാർക്കപ്പണിക്ക് പോയിട്ട് അമ്മയും ജീവിക്കുന്നു. മകനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. വല്ലവരും തട്ടിച്ച കാശ് എന്തിനാണ് അവർക്ക്? അല്ലെ? കണ്ണി കണ്ട പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് കിട്ടുന്ന കാശാണ് ഇവൻ കൊണ്ട് കൊടുക്കുന്നത്. പല പെണ്ണുങ്ങളെയും പീഡിപ്പിച്ചിട്ട് ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ അല്ല, ഇവൻ ഒരുപാട് വട്ടം ഒരുപാട് ആൾക്കാരെ പീഡിപ്പിച്ചിട്ടാണ് ഇവ ഈ കാശ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കൊടുക്കാൻ കുറെ വമ്പന്മാര്.
ഇനി നോക്കിയോക്ക് അതിജീവിതയുടെ വക്കീല്. എന്തിനാണ് ഈ വക്കീലിന് അതിജീവിതം വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വക്കീലിന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ അതിജീവിതയ്ക്ക് എതിരെയായിട്ടാണ് വരുന്നത്. ഒരു വട്ടം ഇതുപോലെ വൈറലായ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? ദിലീപ് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ പോലും ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇത് സുനിയെ കൊണ്ട് ചെയ്യിച്ചതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതേപോലെ അത് വൈറലായിരുന്നു. ഇപ്പൊ ദാ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതൊന്ന് കേൾക്കാട്ടോ. അതിജീവിതയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കോടതി ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത്. ആ വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ പരിഗണിക്കുകയും ഈ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോട് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇത് പ്രതീക്ഷിച്ച, മേഡം മാത്രം ഇത് പ്രതീക്ഷിക്കാതിരുന്നു. യൂട്യൂബിലൊക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യരിനെ ഈ അഡ്വക്കേറ്റ് സാക്ഷിനെ പഠിപ്പിക്കുന്നത് മഞ്ജു വാര്യർ കള്ളുകുടിച്ചു വരുമായിരുന്നു എന്നൊക്കെ. കറക്റ്റ്. ഒരു സ്ത്രീ കള്ളു കുടിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിലിടുന്ന പോലെ ജയിലിലിട്ടത് ആര് അത്ര വർഷം? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആര് പറയുന്നതെന്നറിയോ? അതിജീവിതയുടെ വക്കീലാണ് ഈ പറയുന്നത്. പാർട്ടി നോക്കിയാണോ നമ്മൾ വിധി പ്രസ്താവിക്കുന്നത്? ഇടതുപക്ഷ ആൾക്കാർ വന്നപ്പോ തന്നെ അങ്ങനെ വിചാരിച്ചു പോയി. ഇവരൊരു അത്യാവശ്യം തെളിവുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിലീപിനെ പിടിച്ച് തുറങ്കിലടച്ച് തൂക്കിക്കൊല്ലുമെന്ന് വിചാരിച്ചു. ഈ വക്കീലാണ് വാദിച്ചത്. വെറുതെ അല്ലാട്ടോ കേസ് തോറ്റത്. പിന്നെ അതിജീവിതം എന്തിനാണ് ഈ വക്കീലിനെ ഏൽപ്പിച്ചത്? അതിജീവിതയോടൊപ്പം അവൾക്കൊപ്പം എന്ന് പറയുന്നവരും ഉടനെ തന്നെ എത്രയും നല്ലൊരു വക്കീലിനെ ആക്കിക്കൊണ്ട് വേണം സുപ്രീം കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് അനുമതിയും കൂടി നിങ്ങൾ മേടിക്കേണ്ടത് തന്നെയാണ്. ഇനി നോക്കിക്കേ, ഭാഗ്യലക്ഷ്മി പറയുന്ന കുറെ വേർഡ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. അവൾക്കെതിരെ എന്ന് ഉപരിയായിട്ട് ഇപ്പോ അവൾക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ എന്നാണ് പറയുന്നതെന്ന്. അതായത് ഇപ്പൊ അവൾക്കെതിരെ എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഭാഗ്യലക്ഷ്മി ഉണ്ടാക്കിക്കുന്നതാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഒരു വോയിസ് നമുക്ക് കേൾക്കാട്ടോ. അത് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. മറ്റൊന്ന്, നടൻ ബൈജു. ഈ ബൈജുവിനൊക്കെ ഒരു പെൺകുട്ടിയില്ലേ, അദ്ദേഹത്തിന് മകളില്ലേ, ഭാര്യയില്ലേ, അമ്മയില്ലേ, ഈ കുടുംബത്തിൽ സ്ത്രീകളില്ലേ? ഈ എന്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ എന്നോട് വിളിച്ചു പറയുന്നു ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന്. അപ്പൊ ഇയാളൊക്കെ സത്യത്തിൽ എന്താണ് ഇയാളുടെയൊക്കെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? അവസരങ്ങൾക്ക് വേണ്ടിയാണോ? സ്വന്തം ബൈജു ഞങ്ങൾക്കെതിരെ പറയുന്നു എന്നാണ് പറയുന്നത്. അവനൊരു പെൺകുട്ടിയില്ലേ, അവസരങ്ങൾക്ക് വേണ്ടിയാണോ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ബൈജു എന്ന് പറഞ്ഞ സിനിമ നടൻ അല്ലെ, ഞങ്ങൾക്ക് മനോവൈകല്യമാണെന്ന് വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് വിളിച്ചു പറയുന്നു. അവൻ ഞങ്ങൾ കുടുംബ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ്, മനോവൈകല്യമുള്ളവരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നു. ഒരു മഹാഭാരത യുദ്ധം പോലെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. പാണ്ഡവരും കൗരവരും കൂട്ടാണ്, ഇവര് പാണ്ഡവരാണ് എന്ന് പറയുന്നു. സിനിമാക്കാരെല്ലാവരും പേഴ്സണലായി വിളിച്ചുകൊണ്ട് പറയുന്നു പോലും, അതായത് സ്റ്റേണായി നിൽക്കൂ ഭാഗ്യലക്ഷ്മി, അവൾക്കൊപ്പം നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് എല്ലാവരുടെ മുഖത്ത് നോക്കി ഇവർ ദിലീപിന്റെ പക്ഷത്താണ് എന്ന് പറയുന്നു. ദിലീപിന്റെ പക്ഷത്ത് നിന്നോട്ടെ, പക്ഷെ അവൾക്കൊപ്പമാണ് എല്ലാവരും. ദിലീപ് കുറ്റം ചെയ്തു എന്ന് ഭാഗ്യലക്ഷ്മി കുറച്ച് ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരും പറയുന്നില്ല. അപ്പോ എന്തിനാണ് ഈ ഇരട്ട നിലപാട് എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. സിനിമാക്കാരുടെ ഇരട്ട നിലപാട്. ആകെ കൂടി സിനിമയിൽ ഭാഗ്യലക്ഷ്മി മാത്രമാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് ഭാഗ്യലക്ഷ്മി അവകാശപ്പെടുന്നത്. മഞ്ജു വാര്യരും അങ്ങനെ കുറെ സ്ത്രീകളുണ്ട് സിനിമാ മേഖലയിൽ നിന്നിട്ട്. അവരെന്താ WCC ഒക്കെ ഇല്ലേ, അവരൊന്നും പറയുന്നില്ല, ഭാഗ്യലക്ഷ്മി മാത്രമാണ് എടുക്കുന്നതെന്ന് പറയുന്നു. ഇപ്പൊ ബൈജു എന്തോ ഒരു തകരാറുണ്ട്, ഞങ്ങൾക്കെല്ലാം മനോവൈകല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി വീണ്ടും വീണ്ടും ഘോരമായി പ്രസംഗിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല.